ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം സാധാരണ കാലം 5-ാം ഞായർ. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവമില്ലാതെ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാനാണ് ഞാൻ വന്നത്. യേശുക്രിസ്തുവിനെ അല്ലാതെ, അതും ക്രൂശിതനായവനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ആയിരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. നിങ്ങളുടെ ഇടയിൽ ഞാൻ ബലഹീനതയിലും ഭീതിയിലും വലിയ നടുക്കത്തിലുമായിരുന്നു. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിൽ അല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്തിലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം മനുഷ്യരുടെ ജ്ഞാനത്തിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ തന്നെ ആയിരിക്കേണ്ടതിനാണിത്. പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് ശക്തി അതെന്താണെന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് പൗലോസ് സുവിശേഷം അറിയിച്ചത് വാക്ക് ചാതുര്യത്തോടെ അല്ലായിരുന്നുവെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരുന്നു. അത് കുറച്ചുകൂടെ വിശദമാക്കുകയാണ് ഇവിടെ. അതിലെ ചില വാക്കുകൾ നോക്കുക. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ. കൊറിന്തോസിൽ ആദ്യമായി പൗലോസ് പോയപ്പോഴത്തെ കാര്യമാണ് പറയണേ. അക്കാര്യം സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പൗലോസ് ആദ്യമായി കൊറിന്തോസിൽ പോയത് അത് ക്രിസ്തുവർഷം 51-ലാണ്. അവിടെ ചെന്നപ്പോഴാണ് ഈ റോമായിൽ നിന്ന് പുറത്താക്കപ്പെട്ട യഹൂദ ക്രിസ്ത്യാനികളായ പ്രിഷില്ലായും അവരുടെ ഭർത്താവ് അക്വിലായും കണ്ടുമുട്ടിയതും അവരൊരുമിച്ച് കൊറിന്തോസിൽ സഭ സ്ഥാപിച്ചതൊക്കെ നമ്മൾ സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ചെന്നപ്പോൾ ഈ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി കൊറിന്തോസിൽ ചെന്നപ്പോൾ എന്താണ് ചെയ്തത്? പൗലോസ് എന്താണ് ചെയ്തത്? വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവമില്ലാതെ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാനാണ് ഞാൻ വന്നത്. ഇങ്ങനെ വാക്ക് ചാതുര്യം, ജ്ഞാനത്തിൻ്റെ പ്രദർശനം അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ. ദൈവത്തിൻ്റെ സാക്ഷ്യം ഗ്രീക്കിൽ മർത്തീരിയോൺ തെവു എന്നാണ്. മർത്തീരിയോൺ, മാർട്ടർ എന്ന വാക്ക് വരുന്നത് അതിൽ നിന്നാണ്. സാക്ഷ്യം, രക്തസാക്ഷ്യം. അപ്പോൾ ചില പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം എന്നല്ല, ദൈവത്തിൻ്റെ രഹസ്യം എന്നാണ്. മിസ്തേരിയോൺ തെവു എന്നാണ്. മിസ്തേരിയോൺ തെവു. ദൈവം നൽകിയ സാക്ഷ്യം ക്രിസ്തുവാണ്. അതാണ് ഒന്നാമത്തെ അർത്ഥം. ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ദൈവം നൽകിയ സാക്ഷ്യം ക്രിസ്തുവാണ്. അതാണ് ഒരർത്ഥം. അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയ രഹസ്യം ക്രിസ്തുവാണ്. ചില പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം എന്നാണ്, ചില കയ്യെഴുത്ത് പ്രതികളിൽ ദൈവത്തിൻ്റെ രഹസ്യം എന്നാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവാണ്. ദൈവം നൽകിയ സാക്ഷ്യം ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ രഹസ്യം എന്നാണെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയ രഹസ്യം ക്രിസ്തുവാണ്. ആ സാക്ഷ്യത്തെയോ രഹസ്യത്തെയോ പ്രസംഗവിദ്യയുടെ സൂത്രപ്പണികൾ കൊണ്ടോ കൗശലപൂർവകമായ വാദഗതികൾ കൊണ്ടോ അലങ്കരിക്കാൻ പൗലോസ് വിസമ്മതിക്കുന്നു. ദൈവം നൽകിയ സാക്ഷ്യമായ ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ രഹസ്യം, ദൈവം വെളിപ്പെടുത്തിയ രഹസ്യമായ ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ ഈ പ്രസംഗവിദ്യയുടെ സൂത്രപ്പണികളും കൗശലപൂർവകമായ വാദഗതികളൊന്നും അതുകൊണ്ടൊക്കെ അലങ്കരിച്ച് അങ്ങനെ ചിത്രീകരിക്കാൻ, ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ പൗലോസ് വിസമ്മതിക്കുന്നു. എന്തുകൊണ്ടാ? അപ്പോൾ നമ്മുടെ ഒരു കാര്യമാറ്റി മാറും സുവിശേഷ പ്രഘോഷണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയാകില്ല. നമ്മുടെ വാക്കു ചാതുര്യവും വാഗ്മിത്വവും നല്ല വാക്കുകളും ഒക്കെ ഇങ്ങനെ ഒഴുകുന്ന വാക്കുകളൊക്കെ വരുമ്പോൾ അതിൽ ആളുകൾ വശീകരിക്കപ്പെടുകയും കർത്താവിൻ്റെ ശക്തി അവരിൽ പ്രവർത്തിക്കാതെ പോവുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാൻ പൗലോസ് ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ അല്ലാതെ, അതും ക്രൂശിതനായവനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ആയിരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. ക്രൂശിതനായവനെ അല്ലാതെ. യഹൂദരോ ഗ്രീക്കുകാരോ വിജാതിയരോ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു മിശിഹായല്ല നസറത്തിലെ യേശു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണവൻ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ മാത്രം മനസ്സിരുത്തുകയാണ് പൗലോസ് ചെയ്തത്. അതായത് സഹിക്കുന്ന, മരിക്കുന്ന ഒരു മിശിഹ. ആ മിശിഹായി ഉൾക്കൊള്ളാൻ അന്നും ഇന്നും ആളുകൾക്ക് അത്ര താല്പര്യമില്ല. ഉണ്ടോ? സഹിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു മിശിഹായി സ്വീകരിക്കാൻ. നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പത്രോസ് പറഞ്ഞത് അന്ന്. മരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ആർക്കും ഇഷ്ടമില്ല. അന്നുമില്ല ഇന്നുമില്ല. എന്നിട്ടും
അവന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായിട്ടുള്ളവർ ധാരാളമാണ്. കർത്താവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായിട്ടുള്ളവരുടെ കണക്കുകൾ എന്തുമാത്രമാണ്. നമ്മൾ ഇങ്ങനെ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കപ്പെട്ടവരുടെ കണക്ക് കൂടാതെ എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധം അത്രയധികം രക്തസാക്ഷികളാണ് സ്വർഗത്തിലുള്ളതായിട്ട് വെളിപാട് പുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നത് 7-ാമത്തെ അധ്യായത്തിൽ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കപ്പെട്ട വസ്ത്രവുമായിട്ട്, വെള്ള വസ്ത്രവുമായിട്ട് അവിടെ. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കുറിച്ച് മാത്രം പ്രസംഗിക്കാനാണ് പൗലോസ് ചെന്നത്. ഇങ്ങനെ കൈകൾ പിടിച്ച് നമ്മളെല്ലാവരും കുരിശായി മാറും എന്ന് ദസ്തേവ്സ്കി പറഞ്ഞിട്ടുണ്ട്. നമ്മളാകുന്ന കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവായിട്ട് ഈ ലോകത്തിലേക്ക് ചെല്ലാനാണ്. മറ്റൊരു ദൈവത്തിനും ഇങ്ങനൊരു രൂപമില്ല. നമ്മുടെ സഹനങ്ങളിൽ നമ്മളോട് ചേർന്ന് കിടക്കുന്ന കുരിശ്, ആ ക്രൂശത്തിനെ കുറിച്ച് അല്ലാതെ മറ്റൊന്നും തന്നെ പ്രസംഗിക്കാൻ പൗലോസ് തയ്യാറായില്ല. അങ്ങനെ ചെയ്തപ്പോൾ എന്താണ് പൗലോസിന് സംഭവിച്ചത്? നിങ്ങളുടെ ഇടയിൽ ഞാൻ ബലഹീനതയിലും ഭീതിയിലും വലിയ നടുക്കത്തിലുമായിരുന്നു. സർവശക്തനായ ഏകദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും തേജസ്സിലും ഭക്തർക്കുണ്ടാകുന്ന അതേ പ്രതികരണമാണ് പൗലോസോട് സൂചിപ്പിക്കണേ. പുറപ്പാട് 20:18, സങ്കീർത്തനം 2:11, യഹസ്കേൽ 12:18, ഫിലിപ്പിയ ലേഖനം 2:12. പല തത്വജ്ഞാനികളും ചെയ്തിരുന്നത് പോലെ എല്ലാം കണ്ണമടച്ച് വിശ്വസിക്കുന്ന പച്ച പരമാർത്ഥികളെ ചൂഷണം ചെയ്ത് ഉപജീവന മാർഗം തേടാൻ പൗലോസ് തയ്യാറായില്ല. അതിന് പൗലോസിന്റെ ഭോഷത്വമായോ ദൗർബല്യമായോ പലരും വ്യാഖ്യാനിച്ചു. പൗലോസിനെ കുറിച്ച് പ്രചരിച്ചിരുന്ന ഇല്ലാ കഥകള് നടുക്കവും ഭീതിയും ജനിപ്പിക്കുന്നതായിരുന്നു. എങ്കിലും തൻ്റെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പൗലോസ് കൂട്ടാക്കിയില്ല. കാരണം എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്തിലായിരുന്നു. സുവിശേഷം കൈക്കൊള്ളാൻ കേൾവിക്കാരുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്നില്ലെങ്കിൽ എത്ര ഗംഭീരമായ പ്രസംഗമായാലും അത് ഫലപ്രദമാകില്ല എന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 1:29 സൂചിപ്പിക്കുന്നുണ്ട്. പൗലോസ് അത്ര വലിയ വാഗ്മിയൊന്നുമല്ലായിരുന്നു, അതൊരു കുറവ് തന്നെ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിപൂർണമായി പ്രകടമാക്കാൻ പൗലോസിന്റെ ആ ദൗർബല്യം ദൈവം ഉപയോഗപ്പെടുത്തി. 2 കൊരിന്ത്യർ 12:9. ലോക ദൃഷ്ടിയിൽ ബുദ്ധിശൂന്യതയും ബലഹീനവുമെന്ന് കരുതുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ദൈവം ലോകത്തെ രക്ഷിക്കുന്നു. അതിൻ്റെ ക്രെഡിറ്റ് ദൈവത്തിനല്ലാതെ മറ്റാർക്കും അവകാശപ്പെടാതിരിക്കാൻ വേണ്ടിയാണിത്. 1 കൊരിന്ത്യർ 1:21-29 പൗലോസ് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ സുവിശേഷ പ്രഘോഷണവും മാനസാന്തരവും അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ സുവിശേഷം പ്രഘോഷിച്ചാൽ മതി. നമ്മുടെ പള്ളികളിൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പലരും സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടുണ്ട് വർഷങ്ങളോളം. പലതിലും ഞാൻ കഥകൾ വെച്ചിട്ടുണ്ട്. ഈ വിതയ്ക്കപ്പെട്ട വചനം വളരെ ഫേമസ് ആണ്, അത് കഥകളിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ കഥകൾ അവതരിപ്പിക്കാറില്ല പള്ളിയിൽ. എൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഞാനിത് പള്ളികളിലൊക്കെ അടുത്തുള്ള പള്ളികളിൽ ആളുകളും വരാറുണ്ട്. ബാംഗ്ലൂർ ഞാൻ പ്രസംഗിക്കാൻ പോയിരുന്ന 3 പള്ളികളിൽ ഒന്നാമത്തെ ഞായറാഴ്ച ഒരു പള്ളി, രണ്ടാം ഞായറാഴ്ച അടുത്തൊരു പള്ളി. അവിടെ ഇങ്ങനെ 2 അച്ഛന്മാർ 2 ചെമ്മാച്ചന്മാർ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് വരുക. ആൾക്കാർ പാക്ക് ചെയ്യായിരുന്നു. അത്രമാത്രം ആളുകൾ വരാറ്. എന്നെ ബൈബിൾ ഫാദറിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കഥകൾ പറയാറില്ല, ഞാൻ വചനം പ്രഘോഷിക്കാറുള്ളൂ. ഞാനും അത്ര വലിയ വാഗ്മിയൊന്നുമല്ല. പക്ഷേ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് അത് തറഞ്ഞു കയറുന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ല, വാഗ്മിത്വം കൊണ്ടും അല്ല. ചിലപ്പോൾ എൻ്റെ പ്രസംഗങ്ങൾ പറയും മിസൈൽ പോലെയാന്നൊക്കെ പറയും. മിസൈൽ എന്ന് പറഞ്ഞാൽ അത് ആ ലക്ഷ്യത്തിലെത്തുന്ന ഒന്നാണ്. ആ ലക്ഷ്യത്തിലെത്തുന്നതിന് കാരണം എൻ്റെ വാഗ്മിത്വം കൊണ്ടല്ല, എൻ്റെ വാക്ചാതുര്യം കൊണ്ടല്ല. ഞാൻ ബൈബിൾ പ്രസംഗിക്കുന്നു, വചനം പ്രസംഗിക്കുന്നു. അതൊരു ശക്തി കൊണ്ടാണ്, വചനത്തിൻ്റെ ശക്തിയാണ്. സുവിശേഷമാണ് രക്ഷയുടെ ശക്തി. റോമാലേഖനം 1:16-19. സുവിശേഷമാണ് രക്ഷയുടെ ശക്തി. അതുകൊണ്ട് നമ്മുടെ ശക്തി അല്ല അത് വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാക്കുകളുടെ പോരായ്മ അതെല്ലാം കർത്താവ് ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ ദൗർബല്യം കർത്താവ് ഉപയോഗപ്പെടുത്തുകയാണ്. കർത്താവാണ് പ്രസംഗിക്കപ്പെടേണ്ടത്, വചനമാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് മാനസാന്തരവും വിശ്വാസവും അവരിൽ ഉളവാക്കും, കേൾവിക്കാരിൽ ഉളവാക്കും. നമ്മിലും അതിൻ്റെ പ്രതിഫലനമുണ്ടാകും. പൗലോസ് പ്രസംഗിച്ചപ്പോൾ കൊറിന്ത്യർ സുവിശേഷം സ്വീകരിക്കാൻ ഇടയാകത്തക്ക വിധം തന്നെ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടുവല്ലോ, അവർക്ക് ബോധ്യം വന്നുവല്ലോ. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടല്ലേ.
പൗലോസ് ഈ പറഞ്ഞ ഈ ഏഷ്യ മൈനർ, തുർക്കി, ഇപ്പോഴത്തെ തുർക്കി മുതൽ യൂറോപ്പ് മുഴുവൻ, സ്പെയിൻ വരെ പ്രസംഗിച്ച്, റോമിലും സ്പെയിൻ വരെയൊക്കെ പ്രസംഗിച്ച് ഈ സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ചു. ഒരു പൗലോസിൻ്റെ പ്രേക്ഷിത യാത്രകൾ നോക്കുകയാണെങ്കിൽ ഒരു 42 കിലോമീറ്ററാണ് ഭൂമിയുടെ ചുറ്റളവ്. ഏതാണ്ട് അത്രത്തോളം തന്നെ പൗലോസ് നടന്നിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. 4 പ്രേക്ഷിത യാത്രകളും പിന്നെ റോമായിലേക്കുള്ള സഹന യാത്രയും എല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ കയ്യിൽ കണക്ക് കിട്ടിയിരിക്കുന്നതിന് ഒരു 23,000 കിലോമീറ്റർ മേലെയുണ്ട്. കണക്കില്ലാത്ത യാത്രകളും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഭൂമിക്ക് ചുറ്റും 2000 കൊല്ലം മുമ്പത്തെ കാര്യം പറയണേ. ഈ ഫ്ലൈറ്റൊന്നും ഉപയോഗിച്ചിട്ടല്ല. പൗലോസ് ഇങ്ങനെ പ്രേക്ഷിത യാത്ര നടത്തി അവിടെ എല്ലാം സഭകൾ സ്ഥാപിച്ചു. ഈ പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണ ബാക്കിയാണ് യൂറോപ്പ് മുഴുവൻ ക്രിസ്ത്യാനികളായി മാറിയത് പിന്നീട്. അതിന് വേറെ പല കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ശക്തി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ പൗലോസ് പറയുന്നത്. അതിനാൽ നമ്മുടെ ശക്തിയല്ല, നമ്മുടെ വാക്ചാതുര്യമല്ല, ദൈവവചനത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതിൽ ആശ്രയിച്ച് സുവിശേഷം പ്രഘോഷിക്കുക. ഞാൻ വിചാരിക്കുന്നത് ഒരു 10-600 വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികളായി മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് എനിക്ക് ബിബ്ലിക്കലായ ചില കാരണങ്ങളുണ്ട്. ഞാനത് ലേഖനങ്ങളായിട്ടും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ചില കാര്യങ്ങൾ പിന്നീട് അവതരിപ്പിക്കാൻ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സുവിശേഷം പ്രഘോഷിക്കുക. സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ടും വേണം, പ്രവൃത്തി കൊണ്ടും വേണം. അതാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആണെങ്കിലും ആതുരാലയങ്ങൾ ആണെങ്കിലും സാമൂഹ്യ പ്രവർത്തനമാണെങ്കിലും എല്ലാം കൂടി ഉദ്ദേശിക്കുന്നത് വചനം പ്രഘോഷിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ വചനം പ്രഘോഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് അസ്വസ്ഥതയുണ്ടാക്കും. കാരണം എന്താ? നമ്മൾ അക്രമത്തിന് പോകുന്നവരല്ല, നമ്മൾ സ്നേഹിക്കുന്നവരാണ്. ഈ സ്നേഹത്തിലേക്കാണ്, സ്നേഹമാണെങ്കിലും നമ്മൾ പ്രഘോഷിക്കുന്നത്. പ്രവൃത്തിയിലൂടെയും അല്ലാതെയും നമ്മൾ പ്രഘോഷിക്കുന്ന സ്നേഹമാണ്. സ്വാഭാവികമായും സ്നേഹത്തിന് അനുകൂലമല്ലാത്തവർ സ്നേഹത്തെ എതിർക്കും. അത് സ്വാഭാവികമാണ്. ഈ ലോകം അങ്ങനെയാണ്. സ്നേഹത്തെ എതിർക്കുന്നവരുണ്ട്, ശരിക്കും സ്നേഹത്തെ എതിർക്കുന്നവർ. കാരണം യഥാർത്ഥ സ്നേഹം അവരെ അസ്വസ്ഥരാക്കും, അരക്ഷിതരാക്കും. യഥാർത്ഥ സ്നേഹത്തിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ മുമ്പിൽ പിന്നെ ഒരു ചോയ്സ് ഉള്ളത് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരെ കൊന്നുകളയാനാണ്. ക്രിസ്തുവിനെയും കൊല്ലുകയായിരുന്നു, ഗാന്ധിജിയെ കൊല്ലുകയായിരുന്നു. അങ്ങനെ എത്രയോ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിശുദ്ധർ എത്രയോ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ സ്നേഹിച്ചു എന്നുള്ളതാണ് പ്രശ്നം. സ്നേഹത്തിൻ്റെ വിപരീത ശക്തികൾ സ്നേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും സ്നേഹം പിന്നെയും പൂത്തുലയും. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം മനുഷ്യരുടെ ജ്ഞാനത്തിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ തന്നെ ആയിരിക്കേണ്ടതിനാണ് ഞാനിതിങ്ങനെ ചെയ്തത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. ദൈവം തന്നിൽ തന്നെ ആരാണെന്ന് ഗ്രഹിക്കലല്ല ക്രിസ്തുധർമ്മം ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ രഹസ്യം അല്ലേ, ഒരു ദൈവം 3 ആളായിരിക്കും എങ്ങനെ, ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അതിനെക്കുറിച്ച് ഒരുപാട് ധ്യാനിക്കലല്ല ക്രിസ്തുധർമ്മം ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ ചരിത്രത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുക. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ലക്ഷ്യം. ദൈവം ആരാണ്, ദൈവത്തിൻ്റെ ഉള്ളിൽ ഇല്ലേ 3 ആളുകൾ എങ്ങനെയായിരിക്കുന്നു, അങ്ങനെ ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതിന് പകരം ദൈവം ഈ ചരിത്രത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അത് തിരിച്ചറിയുക. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസത്തിൻ്റെ ആധാരം മനുഷ്യരുടെ ജ്ഞാനത്തിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ തന്നെ ആയിരിക്കുക. ദൈവത്തിൻ്റെ ശക്തി ഈ ലോക ചരിത്രത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന് സാക്ഷ്യം വഹിക്കുക. ദൈവം ആരാണ്, ഒരു ദൈവം 3 ആളായിരിക്കുന്നത് എങ്ങനെ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. എങ്കിലും അതല്ല ക്രൈസ്തവ പ്രഘോഷണത്തിൻ്റെ, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ലക്ഷ്യം അതല്ല. മറിച്ച് നമ്മുടെ ചരിത്രത്തിൽ ഈ പ്രപഞ്ചത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന് പുറത്തോട്ടുള്ള ആ ശക്തിയുടെ പ്രകടനം അതിൽ ഫോക്കസ് ചെയ്യുക. ദൈവത്തിൻ്റെ ഉള്ളിൽ ആന്തര ജീവിതത്തിൽ അധികം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അത് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ വെളിപാട് ലഭിക്കും. ഞാൻ ആവർത്തിക്കുകയാണ്, അത് വേണ്ടെന്നല്ല. പരിശുദ്ധ ത്രിത്വത്തിന് തിരുനാളുണ്ട്, പരിശുദ്ധ ദൈവം ഒരു കുടുംബമാണ്. അപ്പം അതെല്ലാം പഠിക്കണം. പക്ഷേ അതിനേക്കാളേറെ നമ്മുടെ ചരിത്രത്തിൽ ഈ പ്രപഞ്ചത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെ അതിൽ ഫോക്കസ് ചെയ്യുകയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ലക്ഷ്യമായിട്ട് പൗലോസ് അവതരിപ്പിക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.